നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിന്റെ ഗുണവിശേഷങ്ങളാകുന്നു. ഞാൻ മലയൻകീഴ് കെ പുരുഷോത്തമൻ ജോസേൻ. മൂലം നക്ഷത്രം മറ്റു നക്ഷത്രങ്ങളെ പോലെ 4 ഭാഗങ്ങളിൽ ജനിക്കുന്ന നക്ഷത്രമാണ്. മൂലം നക്ഷത്രം 1-ാം ഭാഗത്തിൽ ജനിച്ചാൽ പിതാവിന് അരിഷ്ടതയും, 2-ാം ഭാഗത്തിൽ ജനിച്ചാൽ മാതാവിന് അരിഷ്ടതയും, 3-ാം ഭാഗത്തിൽ ജനിച്ചാൽ കുടുംബത്തിന് അല്പ അരിഷ്ടതകളും, 4-ാം ഭാഗത്തിൽ ജനിച്ചാൽ വലിയ ദോഷമില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പിതാവിന് ദോഷമെന്ന് പറയുമ്പോൾ പിതാവ് ഒന്നി സ്ഥാനം മാറി വിദേശങ്ങളിൽ പോകാൻ, ജോലി കിട്ടിപ്പോകാം. മാതാവും അതുപോലെ. മാതാവിന് ദോഷമെന്ന് പറഞ്ഞാൽ സ്ഥാനം മാറിപ്പോകാം. സ്ഥാനം മാറി തൊഴിൽ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗ്രഹം മാറിയോ പോകാം. പിന്നെ 3-ാം പാദം പൊതുവെ കുടുംബത്തിന് സാമ്പത്തികമായോ ശാരീരികമായോ ബന്ധുക്കൾക്ക് അരിഷ്ടതകളൊക്കെ വരാം. 4-ാം പാദം പൊതുവെ ദോഷമില്ല. ഈ നക്ഷത്രത്തിന് അശ്വതി മകം മൂലം ഗന്ധാന്ത നക്ഷത്രങ്ങളിൽ പെട്ടതാണ്. ഇതിന്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത 15 നാഴികക്കകത്ത് ഗണ്ടാന്തത്തിൽ വരുന്ന നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർ ധനുരാശിയുടെ സ്വാധീനമുള്ളവരാണ്. അതായത് വ്യാഴന്റെ സ്വാധീനം ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവർ ധനു കൂറുകാറുമാണ്. അപ്പോൾ ധനു എന്ന് പറയുന്നത് വ്യാഴന്റെ പൂർണ്ണ സ്വാധീനം. അപ്പോൾ ഈ കൂറിൽ ജനിക്കുന്നവർ സത്യസന്ധരും ത്യാഗികളും ക്ഷമാശീലമുള്ളവരും സാമാന്യം ഭേദപ്പെട്ട സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും ധീരതയും ഉള്ളവരായിരിക്കും. പൊതുവെ ഭക്തരും ജനങ്ങളുമായി കൂടുതൽ ഇടപെടാനും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും അവിടെ ജനപിന്തുണ ഇവരൊക്കെ സാധിക്കും. നേതൃസ്ഥാനം വഹിക്കുന്നവർക്കും അഭ്യസിക്കുന്നവരും മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവരും സത്യസന്ധരും നല്ല ബലമുള്ള ശരീരവും നല്ല മനസ്സും ത്യാഗമായ ഹൃദയവും ഉള്ളവരായി ഭവിക്കും ഇവർ. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് സാത്വിക ഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇവരിൽ അധികവും എഴുത്ത്, കുത്ത്, ബാങ്കിങ് ഉദ്യോഗം, അതുപോലെ തന്നെ ടീച്ചിങ് ഉദ്യോഗം, പിന്നെ ഇന്നത്തെ മോഡേൺ രീതിയിൽ വരുമ്പോൾ കമ്പ്യൂട്ടർ, മെഡിക്കൽ, അങ്ങനെ തുടങ്ങിയ പുതിയ ടെക്നോളജികളിലും നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരിക്കും. ഇവർ ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു 7 കൊല്ലമുണ്ട്. ഏതാണ്ട് നമുക്ക് അതിൽ 1-ാം ഭാഗത്തിൽ ജനിച്ചാൽ ഏതാണ്ട് 5.5 വർഷം വരെ കിട്ടും. 2-ാം ഭാഗത്തിൽ ജനിച്ചാൽ 4.5 വർഷം കിട്ടും. 3-ാം ഭാഗത്തിൽ ജനിച്ചാൽ 3 കൊല്ലം ഏതാണ്ട് വരും. 4-ാം ഭാഗത്തിലാണെങ്കിൽ അതിൽ താഴ്ന്നിരിക്കും. അത് ജാതകത്തിൽ നോക്കി നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. പിന്നെ മൂലം നക്ഷത്രം നമുക്ക് സാമാന്യം ഒരു 3 കൊല്ലം ജന്മശിഷ്ടം ക്രമേണ കൊണ്ടുപോകാം. 3 കൊല്ലം കേതുദശാകാലത്ത് പൊതുവെ ബാലപീഡകളും കുടുംബത്തിന് അല്പ അരിഷ്ടതകളും സാമ്പത്തിക ദുരിതങ്ങളും ഉണ്ടാകും. 3 വയസ്സിന് ശേഷം ഇവർക്ക് 20 കൊല്ലം ശുക്രദശ, അതായത് 23 വയസ്സ് വരെ, 21, ചിലർക്ക് 24 ജന്മ അനുസരിച്ച് 24, 25 വയസ്സ് വരെ ചിലപ്പം ശുക്രദശ ഉള്ളവരും ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ജന്മം കൊണ്ട് കുടുംബത്തിന് ശുക്രന്റെ സ്വാധീനം കൊണ്ട് 5, 7, 10, 12 ഈ കാലങ്ങളിൽ മാതാവിനും പിതാവിനും ഉന്നതി, ഗ്രഹയോഗവും വാഹനയോഗവും കുടുംബസുഖവും ബന്ധുജന സമാഗമവും സൽകീർത്തിയും സഹോദര ഗുണങ്ങളും എന്നിവയെല്ലാം ഉണ്ടാകും. സ്ത്രീകളാണെങ്കിൽ 12, 13 വയസ്സിൽ ഋതുമതി ലക്ഷണം ഉണ്ടായിരിക്കും. പുരുഷന്മാർക്ക് 14, 15, 19, 21 ഈ കാലങ്ങളിൽ പഠനവും ആധുനിക സാങ്കേതിക വിദ്യ വിജയങ്ങളും
അനുഭവമാകുന്നു. സ്ത്രീകൾക്ക് 22, 23 വിവാഹത്തിന് ഒരു കാലഘട്ടമായി പരിഗണിക്കുന്നു. എന്നാൽ ഈ ശുക്രദശാകാലം കുടുംബത്തിന് പൊതുവെ സാമ്പത്തികമായും മാനസികമായും ശുഭഫലങ്ങളും നല്ല ഗ്രഹയോഗവും കുടുംബ ബന്ധുക്കൾ തമ്മിലുള്ള സന്തോഷവും കീർത്തിയും എല്ലാം ഉണ്ടാകും. കൊച്ചിന്റെ ശുക്രൻ ദശ അത് കൂടുതലും ബാധിക്കുന്നത് പിതാവിനും മാതാവിനും ആകുന്നു. അവരുടെ ശുക്രൻ പിതാവിനും മാതാവിനും വളരെ ഭാഗ്യങ്ങൾ കൊടുക്കുകയും ചിലപ്പോൾ പിതാവിന് നല്ല തൊഴിലുകൾ നേടിക്കൊടുക്കുകയും ഒപ്പം മാതാവിനും തൊഴിലുകൾ നേടിക്കൊടുക്കുവാനും ഈ ശുക്രദശ അനുകൂലമാകുന്നു. ശുക്രദശയുടെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി ഗണപതിക്ക് അർച്ചനയും ശിവന് ജലധാരയും കൃഷ്ണന് പാൽപായസവും സർപ്പരാജാക്കന്മാർക്ക് വേണ്ട വിധം ഉള്ള പൂജകളും ചെയ്തു കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം, അതായത് ഏതാണ്ട് നമുക്ക് 29 വയസ്സ് വരെ ശരാശരി ആദിത്യ ദശ എടുക്കാം. ആദിത്യ ദശയിൽ പുരുഷനാണെങ്കിൽ 26ക്കും 27ക്കും മധ്യ വിവാഹവും ശേഷം അവർക്ക് ഉദ്യോഗപരമാറ്റ ഉന്നതിയും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഫലമാകുന്നു. ചില സ്ത്രീകൾക്ക് പഠനം ആണെങ്കിൽ 25ക്ക് ശേഷവും വിവാഹത്തിന് യോഗമായി ഭവിച്ചിരുന്നു. ആദിത്യ ദശാകാലം കുടുംബത്തിന് സുഖവും സന്തോഷവും സൽകീർത്തിയും അനുഭവയോഗമാകുന്നു. ആദിത്യ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശിവപ്രീതി, മുരുകപ്രീതി, ഗണപതി പ്രീതി എന്നിവ നൽകുകയും കുടുംബക്ഷേത്രമുള്ളവർക്ക് കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടുന്നതിന് വേണ്ടി കുടുംബക്ഷേത്ര ദർശനം, അവിടെ വഴിപാടുകൾ, മറ്റ് വിധിപ്രകാരമുള്ള പൂജകൾ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അടുത്തതായി ചന്ദ്രദശ. ചന്ദ്രദശ 10 കൊല്ലം, അതായത് 39-40നകത്ത് ചന്ദ്രദശ ഏതാണ്ട് ജാതകക്കാർക്ക് കാണപ്പെടും. ചന്ദ്രദശയിൽ പുരുഷന്മാർക്കാണെങ്കിൽ 29ന് ശേഷം വിവാഹത്തിനും നല്ല യോഗങ്ങളാകുന്നു. ഉദ്യോഗ ഉന്നതിയും സ്ഥാനമാനങ്ങളും സ്ഥാനം വിട്ടുള്ള തൊഴിലിനും ഇവർ അർഹരാണ്. സന്താനയോഗം, വാഹനയോഗം, ഗ്രഹയോഗം, ഉത്തമ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, കീർത്തി എന്നിവയെല്ലാം ഇവർക്ക് ചന്ദ്രദശയിൽ അനുഭവമാകുന്നു. ചന്ദ്രദശയിൽ ഇടവിട്ട് കവരോഗങ്ങളും കഫപിത്ത രോഗ ദുരിതങ്ങളും ചന്ദ്രദശയിൽ അനുഭവമാകുന്നു. ചന്ദ്രദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവിപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുകയും ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി അർച്ചന എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്ത് ചൊവ്വാദശ. ചൊവ്വ പൊതുവെ നല്ല ഭാഗങ്ങളിലാണെങ്കിൽ 7 കൊല്ലം. പൊതുവെ ചൊവ്വ നല്ല ഭാഗങ്ങളിലാണെങ്കിൽ നല്ല അനുഭവങ്ങളും, മോശ സ്ഥലത്താണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളും സർക്കാർ സംബന്ധിയായോ അല്ലെങ്കിൽ കുടുംബ സ്വത്ത് സംബന്ധിച്ചോ ഉള്ള വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മനപ്രയാസം തോന്നുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്കിലും അവയെല്ലാം ചൊവ്വാദശയുടെ അവസാനത്ത് പരിഹരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ചൊവ്വാദശയിൽ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, സന്താനങ്ങൾക്ക് പഠനബലം, പഠനസുഖം, പഠനകീർത്തി എന്നിവയെല്ലാം അനുഭവമാകുന്നു. ചൊവ്വാദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃതാഭിഷേകം, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തുകയും മറ്റ് കുടുംബദോഷങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മാസം തോറും കൃഷ്ണന് പാൽപായസവും ഭാഗ്യസൂക്താർച്ചനകളും നൽകിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം. രാഹുർദശയുടെ തുടക്കത്തിൽ അല്പം ത്വക്ക് സംബന്ധമായ രോഗങ്ങളും അരിഷ്ടതകളും ഉണ്ടായേക്കാം. ചിലർ ഈ സമയത്ത് വിദേശത്ത് പോവുകയും അവിടെ നല്ല ജോലിയിൽ പ്രവേശിക്കുകയും അവിടുന്ന് ധനസമ്പാദ്യവും കീർത്തിയും ഐശ്വര്യവും ഭാഗ്യങ്ങളും എല്ലാം അത് ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ വിദേശത്ത് പോകുന്നവരാണ്
ഈ സർപ്പദശയിൽ നാം കൂടുതലായി കാണപ്പെടുന്നത്. സർപ്പദശയിൽ സന്താനങ്ങൾക്ക് പുഷ്ടി, ഐശ്വര്യം, കീർത്തി, അവർക്ക് പഠനബലം, അവർക്ക് ഉദ്യോഗാദി വിജയങ്ങൾ, ദശാന്ത്യത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളും അനുഭവമാകുന്നു. സർപ്പദശയിലെ അവസാന കാലങ്ങളിൽ ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പാൽപ നരമ്പ് രോഗങ്ങളും സ്കിൻ സംബന്ധിച്ചുള്ള രോഗങ്ങളും ചതവ് എന്നിവയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പോയി ആരാധനകൾ നടത്തിക്കൊള്ളേണ്ടതാണ്. മണ്ണാർശാല, വെട്ടിക്കോട്, പാമ്പമേക്കാവ്, ആമേട എന്നീ പുണ്യക്ഷേത്രങ്ങളിൽ ദർശനമോ അല്ലെങ്കിൽ കുടുംബദേവത ക്ഷേത്രങ്ങളിൽ പോയി സർപ്പത്തിന് പ്രീതി വരുത്തുന്നതും ദേവിക്ക് പ്രീതി വരുത്തുന്നതും ശിവന് പ്രീതി വരുത്തുന്നതും ഉത്തമമാകുന്നു. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ. വേഴദശ പൊതുവെ മൂല നക്ഷത്ര ജാതകർക്ക് ഉത്തമമായിരിക്കും. എന്തെന്നാൽ ധനുരാശിയുടെ ആധിപനായ വ്യാഴന്റെ രാശിയിലാണ് ഇവരുടെ കൂറ്, അതായത് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേഴദശയിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സന്താനങ്ങൾക്ക് കൊണ്ട് അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങളും അവരെ കൊണ്ട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉന്നത ഗ്രഹനിർമ്മാണം, വാഹനയോഗം, സൗഭാഗ്യം, പുത്രപൗത്ര സൗഖ്യം, ധനം, ധാന്യം, കീർത്തി എന്നിവയെല്ലാം വേഴദശയിൽ അനുഭവയോഗം അത്രേ. വേഴന്റെ പ്രീതിക്ക് വേണ്ടി ശിവനും മഹാവിഷ്ണുവിനും യഥാവിധി പൂജകൾ നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം, ശനി കഴിഞ്ഞാൽ ബുധദശ 17 കൊല്ലം. അങ്ങനെ ദശകൾ മാറി വന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ മൂല നക്ഷത്ര ജാതകർ ജനിക്കുന്നത് കേതുദശയിലും, അടുത്ത ദശ ശുക്രദശ, അതിൻ്റെ അടുത്ത ദശ ആദിത്യദശ, അതിൻ്റെ അടുത്ത ദശ ചന്ദ്രദശ, അതിൻ്റെ അടുത്ത ദശ ചൊവ്വാദശ കഴിഞ്ഞാൽ അടുത്ത സർപ്പദശ, അത് കഴിഞ്ഞാൽ വ്യാഴദശ, അത് കഴിഞ്ഞാൽ ശനിദശ, പിന്നെ ബുധദശ. ഇങ്ങനെ ദശാകാലങ്ങൾ നീണ്ടുപോകുന്നു. ഇതിൻ്റെ വേദ നക്ഷത്രം, മൂലത്തിൻ്റെ വേദ നക്ഷത്രം ആയില്യമാകുന്നു. പിന്നെ 3, 5, 7 മൂലം മുതൽ 3, 5, 7 നക്ഷത്രങ്ങൾ പൊതുവെ പരിചയപ്പെടേണ്ടതാകുന്നു. അതിന് കർത്തൃദോഷം എന്ന് പറയും. കേതുദശയുടെ സർവ അനുഭവ സിദ്ധിക്ക് വേണ്ടി കേതുദശയിൽ വൈദൂര്യവും, ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്നരത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പൗരവും, രാഹുർദശയിൽ ഗോമേതകവും, വ്യാഴദശയിൽ പുഷ്യരാഗവും, ശനിദശയിൽ ഇന്ദ്രനീലവും, ബുധദശയിൽ മരതകവും ധരിച്ചുകൊള്ളുക. പൊതുവെ മൂലനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലഘട്ടത്ത് അനുകൂലമായ നല്ല അവസ്ഥകൾ വന്നു ചേരും. ഇവർക്ക് പൂർണ്ണ ദൈവാധീനം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.